ഹായ് ഫ്രണ്ട്സ്, അപ്പം തുടരുമെന്ന് പറഞ്ഞ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ റിവ്യൂ ആണ്. അപ്പം ഇങ്ങനെ ഒരു സിനിമ മോഹൻലാലിൻ്റെ ഫാൻസുകാരല്ല, മലയാളികൾ ആഗ്രഹിച്ച മോഹൻലാലിനെ തിരിച്ചു കിട്ടി. മുണ്ടും മടക്കി കുത്തി ലാലേട്ടം വന്നങ്ങ് നിൽക്കുമ്പോഴത്തേക്കും കൈയൊക്കെ തണ്ട കണ്ട കൈയടിച്ച് കയ്യിൽ തൊലി ഉരിഞ്ഞു പോയി. ആ ഒരു ടൈപ്പ് നമുക്ക് മോഹൻലാലിനെ എങ്ങനെയാണോ മലയാളികൾ കാണാൻ ആഗ്രഹിച്ചത് അതുപോലൊരു സിനിമയിലാണ് നമുക്ക് തരുൺമൂർത്തി മോഹൻലാലിനെ തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്ന ആരുണ്ട്? ഇതുപോലെ വേണം സിനിമ വരാൻ. അല്ലാതെ മറ്റേ കോട്ടൊക്കെ ഇട്ട് മോഹൻലാൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. കാരണം ഇതുപോലുള്ള ലാലേട്ടനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററിൽ നമ്മൾ ഇതുപോലുള്ള ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ കൈ അടിച്ച് പോകും അറിയാതെ. സെക്കൻഡ് ഹാഫൊക്കെ എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല. നിങ്ങൾ പോയി സിനിമ കാണണം. ടിക്കറ്റ് ഈ സിനിമ ഫസ്റ്റ് ഷോ കണ്ടവർക്ക് ഭാഗ്യമാണ്. കാരണം ഇനി ഇതിൻ്റെ ചെറിയ കഥകളും സസ്പെൻസും ഒക്കെ വെളി വന്നു കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ പോകാതിരിക്കണം. നല്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സസ്പെൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. വേറൊരു ഇപ്പം നിങ്ങൾ അപ്പോൾ അടുത്ത് എവിടെ പറയും സിനിമയെക്കുറിച്ച്? സിനിമ എങ്ങനെയുണ്ട്? പറ അതിൻ്റെ അഭിപ്രായം. സിനിമ സൂപ്പറാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. മോഹൻലാലിനെ പഴയ ഒരു മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. തോന്നിയില്ല അങ്ങനെ കണ്ട? അപ്പം മോഹൻലാലിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലുള്ള സിനിമകൾ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ തെറ്റ് കണ്ട കുറ്റം കണ്ടാൽ പറയണം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒരു കുറ്റവും ഇല്ലെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇങ്ങനെ ഒരു സിനിമയാണ്. തരുൺമൂർത്തിയുടെ അടുത്ത് പോയി ഈ പൃഥ്വിരാജിൻ്റെ അടുത്തും നമ്മുടെ മുരളി ഗോപിയുടെ അടുത്തും പോയി ഒരു ട്യൂഷൻ എടുക്കാൻ പറയും, ട്യൂഷൻ കയറാൻ പറയണം. കാരണം എങ്ങനെയാണ് മോഹൻലാലിനെ യൂസ് ചെയ്യേണ്ടതെന്ന് തരുൺമൂർത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ സിനിമയൊക്കെ ആയിരിക്കും മിക്കവാറും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇൻഡസ്ട്രി ഹിറ്റ് എന്താണെന്ന് ഈ സിനിമ കാണിച്ചു തരും മലയാളത്തിൽ. കേരള ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും കിട്ടില്ല. ഞാൻ ഇവിടെ റോഡായതുകൊണ്ടാണ് കൂടുതലും എൻ്റെ മനസ്സിലുള്ള അത്രയും അവിടെ റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും ഹിറ്റാവും. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കില്ല. കാരണം ഇങ്ങനത്തെ ഒരു പടം മോഹൻലാലിൻ്റെ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. മോഹൻലാലിനെ എങ്ങനെ മലയാളത്തിൽ യൂസ് ചെയ്യണമെന്നത് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ തരുൺമൂർത്തി എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കൂവി തൊണ്ട പോയി, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കൈ കണ്ടാ നിങ്ങൾ? തൊലി വരെ പോയി. ആ രീതിയിലാണ് കൈയടിച്ചത്. അങ്ങനെ വേണം മോഹൻലാൽ സിനിമ നമ്മൾ കാണാൻ പോകാം. മുണ്ടൊക്കെ മടക്കി ലാലേട്ടം വന്ന ആ ഒരു ഇമോഷനും ആ ഒരു ഇത് കൂടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ സിനിമ കയറി പെരുത്ത്. അപ്പം ഞാൻ വലുതായിട്ടൊന്നും നീട്ടി പറയുന്നില്ല. കാരണം റോഡാണ്. റോഡിൽ നിന്ന് സംസാരിക്കുന്നതിന് കുറച്ച് പരിധികളുണ്ട്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നിങ്ങൾക്ക് ഈ സിനിമ 150 രൂപ കൊടുത്ത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ 300 രൂപ മുതലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ മലയാളത്തിൽ ലാലേട്ടൻ്റെ സിനിമ ഒരു 10-15 കൊല്ലത്തിന് ശേഷം ഇതുപോലെ കൈയടിച്ച് അറുമ്പാതിച്ച് വിളിച്ചു കൂവിയ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവും ഇല്ലെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടൊരു മലയാള സിനിമ എങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ നമ്മൾ കുറ്റം പറയുന്നത് നിങ്ങൾ പറയുന്നു. സിനിമകൾ കൊള്ളൂലേക്ക് കുറ്റം പറയും, സിനിമ കൊള്ളാമെങ്കിൽ നമ്മൾ അതിനെ അനുമോദിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ മികച്ച സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ സിനിമയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ടതാണ്. സിനിമാറ്റോഗ്രാഫി ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ ആളുകളൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഡയറക്ഷന് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ആക്ഷൻ ഇപ്പോൾ ഇടിയൊക്കെ ഒരു ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് കൊള്ളുന്ന ഒരു ഫീലാണ് നമുക്ക്. ആ ഒരു ഇടി, മോഹൻലാലിൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ലാലേട്ടൻ്റെ പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സിനിമയുടെ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ പോലും ആ സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫിനകത്തും കുറേ എലിമെൻറ്റ്സുകൾ നമുക്ക് തരുന്നുണ്ട്. ലാലേട്ടൻ പഴയ ലാലേട്ടൻ എങ്ങനെയാണോ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നിന്ന് തിരിച്ച് കിട്ടി. സെക്കൻഡ് ഹാഫ് മൊത്തം ലാലേട്ടൻ ഒരേ പൊളി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടോ 100% ഉറപ്പ്. നമുക്ക് എമ്പുരാൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ സിനിമ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയടിച്ച് തിയേറ്ററിലെത്ത് അത്രയ്ക്കും ബഹളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പം ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലാലേട്ടനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ ഒരു പരിപാടി ചെയ്തല്ലോ. ഇങ്ങനെ വേണം ലാലേട്ടനെ തിരിച്ച് കിട്ടുക. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.